വി.ഡി. സതീശനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് KSRTC ഡ്രൈവറെ സസ്പെൻഡ് ചെയ്തു. എന്തൊരു കഷ്ടമാണ്! ഇതെന്താണ്, രാജഭരണമാണോ? ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഒരു വിലയുമില്ലേ? എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വി.ഡി. സതീശൻ? ഭരണത്തിൽ കയറിയിട്ട് ഒരാഴ്ചയായില്ല, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട പാവം KSRTC ഡ്രൈവറെ വരെ സസ്പെൻഡ് ചെയ്യുന്ന പരിപാടി കാണിക്കുന്ന വി.ഡി. സതീശൻ എന്തൊരു പരിപാടി എന്നെ കാണിക്കുന്നത്? വാർത്ത ഒന്ന് കേട്ടിട്ട് വരാം. ഈ നാട്ടിലെ അന്തംകമ്മികൾ പ്രചരിപ്പിക്കുന്ന വാർത്ത ഒന്ന് കേട്ടിട്ട് വരാം, എന്നിട്ട് അതിന്റെ സത്യാവസ്ഥ പറയാം. വി.ഡി. സതീശനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട KSRTC ഡ്രൈവർക്ക് സസ്പെൻഷൻ. അടുത്ത വാർത്ത. മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട KSRTC ഡ്രൈവർക്ക് സസ്പെൻഷൻ. ഇടുക്കിയിലെ സുനിൽകുമാർ, നെടുങ്കണ്ടം ഡിപ്പോയിലെ സുനിൽകുമാറിനാണ് സസ്പെൻഷൻ കിട്ടിയത്. ഈ വാർത്ത മാത്രമേ അന്തംകമ്മികൾ പ്രചരിപ്പിക്കുന്നുള്ളൂ. പക്ഷേ അതിന്റെ മുഴുവൻ വാർത്ത എന്താണ് എന്ന് ഒന്നുകൂടെ കേൾക്കാം. വി.ഡി. സതീശനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട KSRTC ഡ്രൈവർക്ക് സസ്പെൻഷൻ. ഇടുക്കി നെടുങ്കണ്ടം യൂണിറ്റിലെ ഡ്രൈവർ S. സുനിൽകുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത്. മുഖ്യമന്ത്രിയെ വ്യക്തിഹത്യ ചെയ്യുന്ന വിധം മോർഫ് ചെയ്ത ചിത്രം പ്രചരിപ്പിച്ചതിനാണ് നടപടി. രാഹുൽ എന്താണ്? മുഖ്യമന്ത്രിയെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ മോർഫ് ചെയ്ത ചിത്രം ഫേസ്ബുക്ക് വഴി പ്രചരിപ്പിച്ചതിനാണ് സുനിൽകുമാർ, അതായത് KSRTC ഡ്രൈവറിന് സസ്പെൻഷൻ കിട്ടിയത്. അല്ലാതെ ആവിഷ്കാര സ്വാതന്ത്ര്യം അതിനൊരു പരിധിയുണ്ട്. അതായത് ഒരാളുടെ ചിത്രം, അതിപ്പോൾ മുഖ്യമന്ത്രിയുടെ ആവണമെന്നില്ല, വേറെ ആരുടെ ആണെന്നുണ്ടെങ്കിലും മോർഫ് ചെയ്ത ചിത്രം അയാളെ അപമാനിക്കാൻ വേണ്ടി പ്രചരിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിയമം വച്ചിട്ട് പൊതു മധ്യത്തിലോ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലോ ഇമാതിരി പരിപാടി കാണിച്ചാൽ സസ്പെൻഷൻ കിട്ടും. അതാണ് ചെയ്തത്. അല്ലാതെ വി.ഡി. സതീശൻ ഈ പറയുന്ന പാവം KSRTC പ്രവർത്തകൻ, അയാൾ ഈ പറയുന്ന ഇടതുപക്ഷ അനുഭാവി ആയതുകൊണ്ട് അയാളെ തേടി പിടിച്ച് സസ്പെൻഡ് ചെയ്തതല്ല. വാർത്ത പറയുമ്പോൾ, പ്രചരിപ്പിക്കുമ്പോൾ എന്താണ് അവൻ ചെയ്ത കുറ്റം എന്നും കൂടെ പറയണം. അവന് പറയാലോ, നിങ്ങൾ അന്തംകമ്മികൾ പ്രചരിപ്പിക്കുമ്പോൾ പറയാലോ, ഞങ്ങളുടെ സഖാവ് വി.ഡി. സതീശനെ അങ്ങോട്ട് അപമാനിച്ചു, മോർഫ് ചെയ്ത ചിത്രം പ്രചരിപ്പിച്ചതിനാണ് അവനെ സസ്പെൻഡ് ചെയ്ത് എന്നും കൂടെ പറയാനുള്ള ധൈര്യം കാണിക്കണം. അപ്പോൾ എന്നെ കേൾക്കുന്ന ആൾക്കാരോട് ഞാൻ പറയട്ടെ, ഈ KSRTC ഡ്രൈവറെ സസ്പെൻഡ് ചെയ്തത് വെറുതെ അല്ല. വി.ഡി. സതീശന്റെ ഒരു മോശം ചിത്രം മോർഫ് ചെയ്ത് ഫേസ്ബുക്ക് വഴി പ്രചരിപ്പിച്ചതിനാണ് ഇവനെ സസ്പെൻഡ് ചെയ്തത്. അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഡ് ചെയ്തത്. അത് അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തവൻ ചെയ്ത കുറ്റം തെളിവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡിസ്മിസൽ വരെ കിട്ടിയേക്കാം. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, KSRTC ബസ്സിന്റെ പുറേ ചെന്ന് ഹോൺ അടിച്ച് സൈഡ് കൊടുത്തില്ല എന്നും പറഞ്ഞ് അവനെ നമ്മുടെ പാളയത്ത് സാവല്യം കോംപ്ലക്സിന്റെ ഫ്രണ്ടിൽ തടഞ്ഞു നിർത്തിയ നമ്മുടെ മേയർ ഊട്ടിയും സച്ചിൻ ദേവ് ഇറങ്ങി ചീത്ത വിളിച്ച് അവന്റെ ജോലി കളഞ്ഞ് അവനെ ഇല്ലായ്മ ചെയ്തപ്പോൾ ന്യായീകരിച്ച് നടന്ന അന്തംകമ്മികളാണ് ഇപ്പം മുഖ്യമന്ത്രി അപമാനിച്ച് മോർഫ് ചെയ്ത ചിത്രം പ്രചരിപ്പിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തതിനെ എന്ത് ചെയ്തുകൊണ്ട് വരുന്നത്? എന്തോ വലിയ കുറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. അന്ന് യദുവിന്റെ ഭാഗം സംസാരിക്കാൻ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല. അന്ന് മേയർ ഊട്ടി പറഞ്ഞതും സച്ചിൻ ദേവ് പറഞ്ഞതും വേദവാക്യമായിട്ട് എടുത്ത അന്തംകമ്മികൾ അതല്ലായിരുന്നു സത്യം എന്നറിഞ്ഞിട്ടും അതിനെ ന്യായീകരിച്ചു. ഇപ്പോൾ ഇതാണ് സത്യം. എന്താണ് സത്യം? ഇവൻ മോർഫ് ചെയ്ത ചിത്രം പ്രചരിപ്പിച്ചതിനാണ് ഇവനെ സസ്പെൻഡ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആയല്ലോ കാര്യങ്ങൾ?